NCET എക്സാം പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ടീച്ചിങ് എക്സാംസ്. +2 കഴിഞ്ഞ് ഒരു ടീച്ചർ ആകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എങ്കിൽ എന്തൊക്കെ കോഴ്സുകൾ ഒരു അധ്യാപികയാകാൻ അല്ലെങ്കിൽ ഒരു അധ്യാപകനാകാൻ +2 കഴിഞ്ഞ് പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ +2 കഴിഞ്ഞ് നിങ്ങൾക്കൊരു എയിം ഉണ്ട്. എനിക്ക് വേണ്ട പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു ടീച്ചർ ആവുകയാണ് എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കോഴ്സുകൾ +2 കഴിഞ്ഞ ഉടനെ തന്നെ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പോകാനായിട്ട് എടുക്കാം? അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമുക്ക് ഇപ്പോൾ ഒരു പ്രൈമറി ക്ലാസ്സിലെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയാണ് ആകേണ്ടതെങ്കിൽ നമുക്കറിയാം TTC DLED കോഴ്സാണ് നമ്മൾ പഠിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ +2 കഴിഞ്ഞ് ഒരു ഡിഗ്രിയും എടുത്ത് 3 വർഷത്തെ ഡിഗ്രി, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ വേണ്ടത് ആ സബ്ജക്റ്റിൽ 3 വർഷത്തെ ഡിഗ്രിയും കഴിഞ്ഞ് പിന്നെ ഇപ്പോഴുള്ള 2 വർഷത്തെ BEdും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് 5 വർഷം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈസ്കൂൾ ടീച്ചർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അല്ലെ. അതായത് 8, 9, 10 ക്ലാസ്സുകളിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികയായി അല്ലെങ്കിൽ അധ്യാപകനായി മാറാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷനും, അതായത് ഡിഗ്രിയും PGയും ഒപ്പം BEdും അതിനോടൊപ്പം തന്നെ ക്വാളിഫയിങ് എക്സാം ആയ സെറ്റും കൂടെ പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹയർ സെക്കൻഡറി ടീച്ചറായിട്ട് മാറാം. ഇനി അതിനു മുകളിൽ നമ്മുടെ ഡിഗ്രിയും PGയും നെറ്റും ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ ആ ഒരു പരീക്ഷ എഴുതിയെടുത്ത് കോളേജ് ലെക്ചറായിട്ട് മാറാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് കോഴ്സുകൾ. ഇത് മാത്രമല്ല, ഇതല്ലാതെയും കോഴ്സുകൾ ഇപ്പോൾ പുതുതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതൊക്കെ ഏതാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നത് +2 കഴിഞ്ഞു, എനിക്കിനി ഒത്തിരി ഡിഗ്രി ഒന്നും പഠിക്കണ്ട, എനിക്ക് നേരെ ഒരു സ്കൂളിൽ, അതായത് നമുക്ക് കേരള PSC നടത്തുന്ന LP എക്സാം പാസ്സായി എനിക്കൊരു പ്രൈമറി ടീച്ചർ ആയാൽ മതി എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്കുള്ള കോഴ്സാണ് DLED കോഴ്സ്, അതായത് ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഒരു 2 വർഷത്തെ കോഴ്സാണിത്. ഈ ഒരു കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ KTET എന്ന് പറയുന്ന ക്വാളിഫയിങ് എക്സാമും കൂടെ എഴുതിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രൈമറി ടീച്ചറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ബാച്ചിലർ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ BLED എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. ബാച്ചിലർ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ. ഇത് നിങ്ങൾ +2 കഴിഞ്ഞ് 4 വർഷം വരുന്ന ഒരു കോഴ്സാണ്. ഓക്കെ, ഇതിനകത്ത് ഡിഗ്രിയും ഇൻക്ലൂഡഡ് ആകും. ഈ ഒരു പരീക്ഷ നിങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ടെസ്റ്റ് നിങ്ങൾ പാസ്സാകേണ്ടതായിട്ടുണ്ട്. ഒരു എൻട്രൻസ് ടെസ്റ്റ് ആണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും CUET എക്സാം. സോ ഈ CUET എക്സാം പാസ്സാകുന്നവർക്ക് ഈ ഒരു കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. ബാച്ചിലർ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ. ഇത് നമ്മൾ DLED പറഞ്ഞതുപോലെ തന്നെ പ്രൈമറി അധ്യാപകനാകാനാണ് അതെങ്കിൽ ഇതെന്താണ്? 8, 9, 10 ക്ലാസ്സുകളിലെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ ക്വാളിഫൈ ആകും ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിലൂടെ. അടുത്തതായിട്ട് വരുന്നതാണ് BEd, ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് ഇപ്പോൾ നിലവിൽ 2 വർഷത്തെ കോഴ്സാണ്. അത് സ്റ്റേറ്റ് ലെവൽ മെറിറ്റിലാണ് നമ്മൾ ജോയിൻ ചെയ്യാം. അതായത് പക്ഷെ നിങ്ങൾ ഇവിടെ +2 കഴിഞ്ഞ് നേരിട്ട് നിങ്ങൾക്കൊരു എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആയിട്ട് ചെയ്യാനായിട്ട് കഴിയില്ല. ഇവിടെ നിങ്ങൾ 3 വർഷത്തെ ഡിഗ്രി, അത് നിങ്ങൾക്ക് എന്താണ് സയൻസ് വിഷയത്തിലോ അല്ലെങ്കിൽ കൊമേഴ്സ് വിഷയത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹ്യൂമാനിറ്റീസ് അല്ലെ സോഷ്യൽ സയൻസ് വിഷയത്തിലോ ഏതിലാണോ നിങ്ങളുടെ സ്ട്രീം, ആ ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം BEdന് വേണ്ടിയിട്ട്. ഓക്കെ, 2 വർഷത്തെ BEd കോഴ്സാണ്. ഇത് നിലനിന്ന് പോകുന്ന കോഴ്സുകളാണ് ഇവയെല്ലാം. പക്ഷേ ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും ഈ ഒരു ഡിഗ്രി കഴിഞ്ഞ് 3 വർഷത്തെ ഡിഗ്രിയും 2 വർഷത്തെ BEdും 5 വർഷത്തെ കോഴ്സ് പഠിക്കുന്നതിന് പകരം നിങ്ങൾ ടീച്ചർ ആവാൻ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രൊഫഷൻ ടീച്ചിങ് ആണ് എന്ന് നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 5 വർഷം നിങ്ങൾക്ക് കളയാതെ 4 വർഷം കൊണ്ട് ഡിഗ്രിയും BEdും നേടിയെടുക്കാനായിട്ട് പറ്റും. അതിനുള്ള കോഴ്സാണ്
ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ITEP എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഇവിടെ നിങ്ങൾക്ക് 3 വർഷത്തെ ഡിഗ്രിയും ഒപ്പം 1 വർഷത്തെ BEdും കൂടെ ഒരുമിച്ചാണ് ചെയ്യാനായിട്ട് കഴിയാം. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങളുടെ ഏതാണോ സബ്ജക്റ്റ് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇത് BSc BEd ഉണ്ട്, BCom BEd ഉണ്ട്, അതുപോലെ തന്നെ BA BEdും ഉണ്ട്. സോ നിങ്ങൾ ഏത് വിഷയമാണോ എടുക്കാൻ താല്പര്യപ്പെടുന്നത് ആ വിഷയത്തിൽ ഡിഗ്രിയും അതുപോലെ തന്നെ BEdും നമുക്ക് സ്വന്തമാക്കാം 4 വർഷം കൊണ്ട്. മറ്റത് 5 വർഷമാണ്. നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ 2 വർഷത്തെ BEd ചെയ്യുന്നതിന് പകരം ഇവിടെ 4 വർഷം കൊണ്ട് നിങ്ങൾ ഡിഗ്രിയും കഴിഞ്ഞു BEdും കഴിഞ്ഞാണ് പുറത്തു വരുന്നത്. സോ നിങ്ങൾക്ക് പിന്നീട് കേറ്ററ്റ് എക്സാം പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഹൈസ്കൂൾ ടീച്ചർ എക്സാംസിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അത് മാത്രമല്ല മറ്റെല്ലാ സ്കൂളുകളിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ഈ ഒരു കോഴ്സ് നമ്മൾ പറഞ്ഞുവല്ലോ 4 വർഷത്തെ കോഴ്സാണ്. ഇത് NCET, ഓക്കെ, NCET എൻട്രൻസ് ടെസ്റ്റ്, നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ്. ഈ ഒരു ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം, ഓക്കെ, NCET എക്സാം പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. നമ്മുടെ കേരളത്തില് നമ്മുടെ NIT കാലിക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലെല്ലാം അങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഈ ഒരു ഇന്റഗ്രേറ്റഡ് BEd കോഴ്സ് ITEP കോഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നോർത്തിലും ഈസ്റ്റിലും വെസ്റ്റിലും ആയിട്ടുള്ള പല പല പ്രമുഖ IITകളിലും ഈ ഒരു കോഴ്സ് ഉണ്ട്. അപ്പോൾ IITയിലൊക്കെ പോയി പഠിക്കണം, എന്നാൽ എഞ്ചിനീയറിംഗ് പോലെയുള്ള സബ്ജക്റ്റ് പഠിക്കാൻ അത്രത്തോളം ആവുന്നില്ല എന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ITEP കോഴ്സ്. ഓക്കെ, അപ്പോൾ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് +2 കഴിഞ്ഞ് നേരിട്ട് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ, സോ നിങ്ങൾ മറക്കരുത് ഈ ഒരു NCET എക്സാമിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ NCET എൻട്രൻസ് എക്സാം പാസ്സായവർക്കാണ് ഇത് ചെയ്യാനായിട്ട് കഴിയുക. സോ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ BSc BEd പഠിക്കാം, അതുപോലെ തന്നെ BA BEdും പഠിക്കാം, BCom BEdും പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് പോകുന്നത് BA സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണ്. അതായത് സ്പെഷ്യൽ ചിൽഡ്രൻ ഉണ്ടാവുമല്ലോ, ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ള ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ള അധ്യാപകരാകാനുള്ള കോഴ്സാണ് നമ്മുടെ ഈ BA സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കോഴ്സ്. ഈ കോഴ്സ് 3 to 4 വർഷം വരെ ഉള്ള ഒരു കോഴ്സാണ്. ഇവിടെ നമുക്ക് CUET എൻട്രൻസ് ഇവിടെയും നിർബന്ധമാണ്. ഈ എൻട്രൻസ് പാസ്സാകുന്നവർക്ക് ഈ ഒരു കോഴ്സിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഇന്ന് നമുക്ക് നിരവധി അവസരങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് അല്ലേ? നമ്മുടെ കേരള PSC ആണെങ്കിലും നമുക്ക് ഹൈസ്കൂൾ ടീച്ചർ എക്സാം വരുന്നുണ്ട്, LP UP എക്സാം വരുന്നുണ്ട്. LP UP എക്സാം കഴിയുന്നവർക്കൊക്കെ ഒരുപാട് പേർക്ക് ജോലി സാധ്യതയുള്ളതാണ് അല്ലേ? സോ നമ്മൾ ഒരുപാട് പഠിച്ചു പോയി ജോലിയൊന്നും കിട്ടാതെ എവിടെയും എത്തുന്നില്ല എന്നുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളുള്ളവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനത്തെ കോഴ്സ് തിരഞ്ഞെടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ സ്മാർട്ടായിട്ട് തന്നെ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാണ്, ജോലി സാധ്യതയും കാണാൻ കഴിയും അല്ലേ? അപ്പോൾ ജോലിയും കിട്ടണം, നമുക്ക് പഠിച്ചു കഴിയുന്നതോടുകൂടെ നമ്മുടെ ജോലിയും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അധ്യാപിക ആവുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഏറ്റവും ബെസ്റ്റ് പ്രൊഫഷൻ ഏതാണെന്ന് ചോദിച്ചാൽ പലരും പറയും നഴ്സിംഗ് ആണ് എന്നല്ലേ. ഈ നഴ്സിംഗ് കഴിഞ്ഞ് നെക്സ്റ്റ് ഏറ്റവും ബെസ്റ്റ് പ്രൊഫഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് ഉറപ്പായിട്ടും ടീച്ചിങ് പ്രൊഫഷനാണ്. സോ ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും, ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള +2 കഴിഞ്ഞ സ്റ്റുഡൻസിനൊക്കെ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. സോ നിങ്ങൾ അധ്യാപകനാവാൻ അല്ലെങ്കിൽ അധ്യാപികയാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക, നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുക. താങ്ക് യു സോ മച്ച്.